നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് സുഖം നൽകുന്ന ശുക്രഭഗവാൻ. ഈ ലേഖനം തയ്യാറാക്കിയിരിക്കുന്നത് ഡോക്ടർ കെ രാജഗോപാലൻ അയ്യർ, വീനസ് ആസ്ട്രോ റിസർച്ച് സെന്റർ, തിരുവനന്തപുരം. ഫോൺ നമ്പർ 9249769094. ശുക്രൻ സൂര്യനെ ഒരു തവണ ചുറ്റി വരാൻ ഉദ്ദേശം 225 ദിവസമെടുക്കുന്നു. ഒരു രാശിയിൽ ഒരു മാസത്തോളം ഉണ്ടാകും. സൂര്യൻ്റെ അരികിലിരിക്കുന്ന ഗ്രഹങ്ങൾ ബുധനും ശുക്രനുമാണ്. സൂര്യൻ നിൽക്കുന്ന രാശിയിൽ നിന്നും 2 രാശികളിൽ കൂടുതൽ അകലങ്ങളിൽ ശുക്രൻ നിൽക്കാറില്ല. വക്രമായിരിക്കുമ്പോൾ കൂടുതൽ ദൂരം സൂര്യനെ വിട്ട് ചില മാസങ്ങളിൽ മാറി നിന്നെന്ന് വരാം. വെള്ളി, രൂപം, അളവ്, തിന്മ ഇവയെല്ലാം ഭൂമിക്ക് സമമാണ്. ഇത് കാരണം ഭൂമിയോടുകൂടെ ചേർന്ന് ഇരട്ട കുട്ടികൾ എന്ന് പറയുന്നു. ശുക്രന്റെ വ്യാസം 7500 മൈലുകളാണ്. സൂര്യനിൽ നിന്നും ഉദ്ദേശം 6,69,00,000 മൈലുകൾ അകലെ ശുക്രൻ സ്ഥിതി ചെയ്യുന്നു. ഈ ഗ്രഹം ഉദ്ദേശം 23.5 മണിക്കൂർ നേരം കൊണ്ട് ഒരു തവണ സ്വയം ചുറ്റുന്നു. ശുക്രന് പറയുന്ന മറ്റ് പേരുകൾ കലി, ഉശനാർ, അരശമന്ത്രി, കാപ്പിയൻ, ശൽവിയൻ, ശുക്രൻ, തുങ്കൻ, വെള്ളി, ഭാർഗവൻ, ഭൃഗു, മഴഗ്രഹം എന്നിവയാണ്. ശുക്രന്റെ ബന്ധുഗ്രഹങ്ങൾ ബുധൻ, ശനി, രാഹു, കേതു. ശത്രുഗ്രഹങ്ങൾ ചന്ദ്രനും സൂര്യനും. സമന്മാർ ചൊവ്വയും വ്യാഴവും. ഉച്ചരാശി മീനം, നീചരാശി കന്നി, മൂലത്രികോണ രാശി തുലാം. ദേവത മഹാലക്ഷ്മി, അതിദേവത ഇന്ദ്രൻ. അമ്പലം ശ്രീരംഗം. ശുക്രന്റെ സ്വന്തം രാശികൾ ഇടവം, തുലാം എന്നിവയാണ്. പ്രായം ഉദ്ദേശം മധ്യവയസ്സാണ്. ഉദയപകുതി തലയാണ്. ഉരുവം നടുത്തരം. വാസസ്ഥലം ജലം. ഗ്രഹത്തിൻ്റെ ലിംഗം സ്ത്രീലിംഗം. ചലന സ്വഭാവം നഗരം. നിറം വെള്ള നിറം. ചലനാവസ്ഥ നടുപകുതി. ഗുണം സൗമ്യൻ. ഊർജ സമയം നടുരാത്രിയിൽ. പൂജയ്ക്ക് യോജിച്ച പൂവ് വെൺതാമര. രത്നം വജ്രം. സ്വാദ് മധുരം. കാരകം ഭാര്യ. സ്ഥലം കിടപ്പറ. വസ്ത്രം പട്ട്. നക്ഷത്രങ്ങൾ ഭരണിപൂരം പുരാണം. ദശ 20 വർഷം. മനുഷ്യ ശരീരഭാഗം മുഖം. വസ്ത്രസ്വഭാവം കഠിന വസ്ത്രം. ഹോമത്തിനുള്ള സമയത്ത് അത്തി. ദിക്ക് കിഴക്ക്. വാഹനം ഗരുഡൻ. ആസനരൂപം ഐങ്കോണം. ധാന്യം മൊച്ചൈ. ലോഹം വെള്ളി. രോഗം ശീതളം. നോക്കുന്ന ദിശ നേരായ നോട്ടം. ഗുണം രാക്ഷസം. പഞ്ചഭൂത സ്വഭാവം നീര്. ശരീരരീതി വീർത്ത ശരീരം. കണ്ണുകളുടെ സ്വഭാവം താമര നിറം. രോമത്തിൻ്റെ സ്വഭാവം ചുരുണ്ടത്. കാരകം ബുദ്ധിശക്തി. ശുക്രനുടെ കാരകങ്ങൾ തിരുമണം, സുഗന്ധദ്രവ്യങ്ങൾ, ആഭരണം, വസ്ത്രങ്ങൾ, രത്നം, ഭാര്യ, നിധി, സംഗീതം, തൈര്, നെയ്യ്, മൈഥുനം, കവിത്വം, വെള്ളി, വാഹനം, സുഖം, കാമം എന്നിവയാണ്. രത്നവ്യാപാരം, ക്ഷേത്രം, അഴകുള്ള സ്ത്രീ, സംഭോഗം, വെള്ളയും കറുപ്പും ചേർന്ന നിറം, തെൻകിഴക്ക്, രജോഗുണം, മുത്ത്, പുളിപ്പ്, വെള്ളി, തേര്, ആന, കുതിര, ധനവാൻ. പൂക്കൾ, ചെറുപ്പക്കാർ, കാമത്തെ ഇളക്കുന്ന സാധനങ്ങൾ, നന്ദവനം, കീർത്തി, സുഖം, സൗന്ദര്യം, വിത്ത്, പട്ട്. ചന്ദനമരം, ജീവിത പങ്കാളി, കുടുംബജീവിതം, നൃത്തം, ഗാനം, കലകൾ, നവരത്നക്കല്ലുകൾ. ആഭരണങ്ങൾ, ലഹരി വിൽക്കുന്ന സ്ഥലം, ചൂതാട്ട സ്ഥലങ്ങൾ, അഭിനയം, സുഗന്ധദ്രവ്യങ്ങൾ. സൗന്ദര്യ വസ്തുക്കൾ, നാഗരികത, ലളിതം, വാഹനം, നേരം പോക്കുകൾ, വെള്ളി, വൈരം. തെക്ക് കിഴക്ക് ദിശ, വെള്ള നിറം. ശുക്രനാൽ ഉണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ച് പറയുമെങ്കിൽ ശുക്രൻ യാതൊരു തരത്തിലുള്ള രോഗങ്ങളും ഉണ്ടാക്കുകയില്ല. എന്നാൽ മോശമായ ഗ്രഹങ്ങളോട് ചേരുമ്പോൾ ചില രോഗങ്ങൾ ഉണ്ടാക്കും. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ബ്രൈറ്റ് രോഗം, കുടൽ സംബന്ധമായ പ്രശ്നങ്ങൾ, രക്തധമനികളിലെ രോഗം, ദഹനപ്രശ്നങ്ങൾ, കരൾ സംബന്ധമായ പ്രശ്നങ്ങൾ, പ്രമേഹം, വൃക്കരോഗങ്ങൾ. ഉറങ്ങുമ്പോഴുള്ള ശുക്ലവിസർജനം, ലൈംഗിക രോഗങ്ങൾ, ഹൃദ്രോഗം, വിഷപ്പനി, മൂത്രരോഗങ്ങൾ എന്നിവ ഉണ്ടാക്കും. ഗോചരവശാൽ ശുക്രൻ നന്മ ചെയ്യുന്ന സ്ഥാനങ്ങൾ 1, 2, 4, 5, 7, 9, 10, 11. തിന്മ ചെയ്യുന്ന സ്ഥാനങ്ങൾ 3, 6, 8, 12. സൂര്യനും ശുക്രനും തമ്മിൽ ബന്ധപ്പെട്ടാൽ കലഹിക്കുന്നവർ, വികൃതി, ദുഷിച്ച പ്രവൃത്തികൾ ചെയ്യുന്നവരാവും. ചന്ദ്രനും ശുക്രനും കൂടിയാണെങ്കിൽ സുഖം അനുഭവിക്കുന്നവരും അഴകുള്ള ശരീരവും മുതിർന്നവരോട് ബഹുമാനവും ഉണ്ടാവും. ചൊവ്വയും ശുക്രനും തമ്മിൽ ബന്ധപ്പെട്ടാൽ സ്ത്രീകളോട് അടുപ്പമുള്ളവരും മോശമായ പ്രവൃത്തികൾ ചെയ്യുന്നവരുമാവും. ഗുരുവും ശുക്രനും കൂടെ ബന്ധപ്പെട്ടാൽ ഗുരുവിൻ്റെ വാക്കനുസരിക്കുന്നവർ രാജാവിൻ്റെ ഗുണമുള്ളവരുമായിരിക്കും. ശുക്രനും ശനിയും കൂടെ ബന്ധപ്പെട്ട പല സ്ത്രീകളോട് കൂടുന്നവരും അഴകുള്ള ശരീരം, രോഗമുള്ളവരും കഷ്ടപ്പാടുള്ളവരുമായിരിക്കും. ബുധനും ശുക്രനും കൂടെ ബന്ധപ്പെട്ടാൽ നല്ല അഴകുള്ള ശരീരവും എല്ലാ ജനങ്ങളും ഇഷ്ടപ്പെടുന്നവരും എല്ലാ സമ്പത്തുക്കളും ഉള്ളവരായിരിക്കും. സൂര്യനും ചന്ദ്രനും ശുക്രനും കൂടെയാണ് ബന്ധപ്പെടുന്നതെങ്കിൽ മറ്റുള്ളവരുടെ ധനത്തെ ആഗ്രഹിക്കുന്നവരും പല സ്ത്രീകളോട് കൂടുന്നവരും ശാസ്ത്രജ്ഞനുമായിരിക്കും. സൂര്യനും ചൊവ്വയും ശുക്രനും കൂടിയാണ് യോഗം ചെയ്യുന്നുവെങ്കിൽ കണ്ണ് സംബന്ധമായ രോഗങ്ങളും കൂട്ടത്തിൻ്റെ നേതാവും സൗഭാഗ്യമുള്ളവരുമായിരിക്കും.
സൂര്യനും ബുധനും ശുക്രനും കൂടിയാണ് യോഗം ചെയ്യുന്നതെങ്കിൽ ദുഃഖമുള്ളവരും മറ്റുള്ളവർക്ക് ദുഃഖം ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നവരുമായിരിക്കും. സൂര്യനും ശുക്രനും ശനിയും കൂടെയാണ് യോഗം ചെയ്യുന്നതെങ്കിൽ ഭാര്യയും അമ്മയും ദുഷിച്ച പ്രവൃത്തിയുള്ളവരായിരിക്കും, സ്ഥിരതയില്ലാത്തവരുമായിരിക്കും. ചന്ദ്രനും ബുധനും ശുക്രനും കൂടിയാണ് യോഗം ചെയ്യുന്നതെങ്കിൽ ഉയർന്ന വിദ്യാഭ്യാസം, മോശമായ സ്വഭാവവും കൂട്ടുകെട്ടും ഉണ്ടായിരിക്കും. ചൊവ്വയും ബുധനും ശുക്രനും കൂടിയാണ് യോഗം ചെയ്യുന്നതെങ്കിൽ ജനിച്ച കുലത്തിൽ താഴ്ന്നവരും വികലാംഗരും ചീത്ത സ്വഭാവമുള്ളവരുമായിരിക്കും. ഗുരുവും ശനിയും ശുക്രനും കൂടിയാണ് യോഗം ചെയ്യുന്നതെങ്കിൽ താഴ്ന്ന കുലത്തിൽ പിറന്നവരും എല്ലാ ജനങ്ങളാലും പ്രശംസിക്കപ്പെടുന്നവരുമായിരിക്കും. ശുക്രൻ തൻ്റെ ഉച്ചക്ഷേത്രത്തിലോ സ്വക്ഷേത്രത്തിലോ മൂലത്രികോണത്തിലോ നിൽക്കുകയും ലഗ്നകേന്ദ്രങ്ങളായിരിക്കുകയും ചെയ്താൽ മാളവി യോഗമുണ്ടാകും. ഇങ്ങനെ മാളവി യോഗത്തിൽ ജനിച്ചവർ ഗുണവാനും നല്ല ഭാര്യയും പുത്രന്മാരും ശാസ്ത്രജ്ഞാനിയുമായിരിക്കും. ഇനി ചാരവശാലുള്ള ശുക്രൻ്റെ ഫലങ്ങളാണ് പറയുന്നത്. ശുക്രൻ ജന്മത്തിൽ നിൽക്കുമ്പോൾ സന്താനലാഭവും നല്ല ആഹാരവും ഉറക്കവും ഉണ്ടാകും. ശുക്രൻ 2-ൽ നിന്നാൽ ധനവും രത്നങ്ങളും ലഭിച്ചും തൊഴിലുകൾ ലാഭവും ഉണ്ടാകും. ശുക്രൻ 3-ലാണ് നിൽക്കുന്നെങ്കിൽ നല്ല ആരോഗ്യവും ധനലാഭവും വസ്ത്രലാഭവും ഉണ്ടാകും. 4-ൽ ശുക്രൻ നിന്നാൽ ബന്ധുസഹായവും ഉയർന്ന സ്ഥാനവും ലഭിക്കും. 5-ൽ ശുക്രൻ നിന്നാൽ ജനങ്ങൾക്ക് വേണ്ടപ്പെട്ടവരായും സൗഭാഗ്യപുത്രജന്മം ഉണ്ടാകും. 6-ൽ ശുക്രൻ നിന്നാൽ രോഗപീഠയുണ്ടാകും. 7-ൽ ശുക്രൻ നിന്നാൽ സ്ത്രീകൾ കാരണം ഉപദ്രവം ഉണ്ടാകും. 8-ൽ ശുക്രൻ നിന്നാൽ രത്നങ്ങളും ധനവും ലഭിക്കും. 9-ൽ ശുക്രൻ നിന്നാൽ ധർമ്മകാര്യങ്ങളിൽ ഏർപ്പെടുന്നു, സ്ത്രീ സുഖവും ഉണ്ടാവും. 10-ൽ ശുക്രൻ നിന്നാൽ വഴക്ക്, അപമാനം മുതലായവ സംഭവിക്കും. 11-ൽ ശുക്രൻ നിന്നാൽ അശന ശയനാദി സുഖം ലഭിക്കുന്നതാണ്. 12-ൽ ശുക്രൻ നിന്നാൽ ലാഭവും ദ്രവ്യലാഭവും ഉണ്ടാകും. ശുക്രൻ ഓരോ രാശിയിൽ നിൽക്കുന്നതിൻ്റെ ഫലങ്ങൾ. മേടരാശിയിൽ ശുക്രൻ നിന്നാൽ സുന്ദരികളുമായി ബന്ധപ്പെടുന്നതാണ്. പുതിയ വരുമാന മാർഗങ്ങളും കീർത്തിയും ഉണ്ടാകും. ഇടവരാശിയിൽ ശുക്രൻ നിന്നാൽ ഉന്നത വിദ്യാഭ്യാസവും ഉന്നത സ്ഥാനലബ്ധിയും ഉണ്ടാകും. മിഥുനത്തിൽ ശുക്രൻ നിന്നാൽ സകല വിധത്തിലുള്ള സുഖങ്ങളും പദവിയും പണവും ഉണ്ടാകും. കർക്കിടകത്തിൽ ശുക്രൻ നിന്നാൽ സ്വന്തമായ വീട്, വാഹനം, കുടുംബക്ഷേമം എന്നിവയുണ്ടാവും. ചിങ്ങരാശിയിൽ ശുക്രൻ നിന്നാൽ എല്ലാ സുഖങ്ങളും വിവാഹവും കുട്ടികളും ഉണ്ടാവും. കന്നിരാശിയിൽ ശുക്രൻ നിന്നാൽ സകല കാര്യങ്ങളിലും നഷ്ടമുണ്ടാകും, ധനനഷ്ടവും ഭൂമിനഷ്ടവും ഉണ്ടാകും. തുലാരാശിയിൽ ശുക്രൻ നിന്നാൽ സകല വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ദയാഗുണവും പണവരവും ഉണ്ടാകും. വൃശ്ചികരാശിയിൽ ശുക്രൻ നിന്നാൽ കുടുംബകലഹവും വാഹന നഷ്ടവും ശത്രുബാധയും ഉണ്ടാകും. ധനുരാശിയിൽ ശുക്രൻ നിന്നാൽ മതസംബന്ധമായിട്ടുള്ള പ്രഭാഷണം, കീർത്തി, പ്രശസ്തി, ഗുരു അനുഗ്രഹം എന്നിവയുണ്ടാകും. മകരത്തിൽ ശുക്രൻ നിന്നാൽ അന്യദേശ സഞ്ചാരം, മുതിർന്നവരുടെ അനുഗ്രഹം, സർവകാര്യ വിജയങ്ങളും ഉണ്ടാകും. കുംഭത്തിൽ ശുക്രൻ നിന്നാൽ കുടുംബധനം, കുടുംബത്തിൽ നല്ല സ്ഥാനം, സുഖങ്ങൾ എന്നിവയുണ്ടാകും. എന്നാൽ മിഥുനത്തിൽ ശുക്രൻ നിന്നാൽ സകല വിധത്തിലുള്ള സൗഭാഗ്യങ്ങളും ഐശ്വര്യവും ഉണ്ടാകും. ശുക്രനെ തൃപ്തിപ്പെടുത്തുന്ന മന്ത്രം ഓം ശുക്രായ നമ, ഓം ഇന്ദ്രദേവേഭ്യോ നമ. ഈ മന്ത്രങ്ങളെ 51 തവണ ദിവസവും ജപിക്കുന്നതായാൽ നിങ്ങൾക്ക് ശുക്രൻ്റെ അനുഗ്രഹങ്ങൾ വളരെയേറെ ഉണ്ടാകുന്നതാണ്. തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം.